പണി പൂർത്തിയാകാത്ത വീടാണ്. ആണോ? ഞാൻ പണി പൂർത്തിയാകാത്തൊരു വീട് കണ്ടു. ഇത് എന്താ പേര്? ദേവരാജ്. ദേവരാജ് ഈ വീടിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വർക്കാണോ ചെയ്യുന്നത്? ആണോ? പെയിന്റിങ്. എങ്ങനെ വഴിക്കുക? ആ പേരിലൊരു ദേവരാജൻ എവിടുന്ന? കോട്ടയത്തു നിന്നാണോ വരുന്നത്? കോട്ടയം. അങ്ങനെ വഴിക്കുവാ ദേവരാജ. ദേവരാജ, ഞാൻ കാണുന്ന കാഴ്ച എന്നെ ചോദിച്ചാൽ പൂർത്തിയാകാത്തൊരു വീട് ദൈവം എന്നെ കാണിക്കുന്നു. ശരിയാ. പിറവത്തൂന്നാ വരുന്നത്, ഇല്ലയോ? പിറവം കാണിച്ചെന്നെ കർത്താവ്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുന്നു, ദേവരാജൻ എന്നും പണിയുണ്ട്, പക്ഷെ കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥയാണ്. കറക്റ്റാണോ? കറക്റ്റാണോ സ്നേഹ? കറക്റ്റായിരുന്നോ? ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയ കർത്താവിനെ കാണിക്കുന്നത്. ശരിയാണോ? ഒത്തിരി വീടുകളുള്ള ഒരു ഏരിയ, ഒരു കോൺക്രീറ്റ് റോഡ് കയറി പോകുന്ന ഒരു ഏരിയ. കറക്റ്റാണോ? കറക്റ്റാ. കോൺക്രീറ്റ് റോഡ് കയറി ഇങ്ങനെ ഒരു കയറ്റമൊക്കെ കയറി, ശരിയാ, കയറ്റമൊക്കെ കയറി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരുപാട് വീടുകളുള്ള ഒരു ടാപ്പൊക്കെ അടുത്തുള്ള ഒരു വീട്. കറക്റ്റാ. ഏറ്റമൊക്കെ കേറി ടാപ്പൊക്കെ ഉള്ള വീട് കർത്താവിൻ മേളിൽ ഇരുന്നോണ്ട് എന്നെ കള്ളപ്പന്തക്കാരെ കഴിവാൻ അത് അങ്ങനെ കുറെ പുണ്ടകള് ദൈവത്തെ വിറ്റ് ആളുകളെ ദൈവത്തെ ഊമ്പിച്ച് തിന്നുന്ന കുറെ മൈരന്മാര്. കർത്താവിന് അവിടെ ഗൂഗിൾ മാപ്പ് ഇരുന്ന് അടിക്കലല്ലേ പണി, കറക്റ്റായിട്ട് അവന് കാണിച്ചു കൊടുക്കാൻ. കള്ള മൈര എന്താടാ? അതിനൊക്കെ ദേവരാജന്റെ കൊട്ട മാത്രമേ അല്ലെ, ദേവരാജന്റെ കഴ മാത്രമേ കർത്താവ് കാണിച്ചു തരുന്നുള്ളൂ. മറ്റേ സുനാമി വരുന്നതും കൊറോണ വന്നതും അല്ലെങ്കിൽ പ്രളയം വരുന്നതും ഉരുള് പൊട്ടുന്നതും ഒക്കെ എന്താ നിന്റെ കർത്താവ് കാണിച്ചു തരത്തെ? അങ്ങനെ ആണെങ്കിൽ കുറെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും ജീവിതവും ഒക്കെ രക്ഷപ്പെടത്തില്ലേ? നിനക്ക് ദേവരാജന്റെ കൊട്ട മാത്രമേ കർത്താവ് കാണിച്ചു തരുന്നുള്ളൂ. കള്ള മൈരേ. അങ്ങനെ കുറെ പുണ്ടകള് 2026 അതും കേട്ടോണ്ട് പോയിരുന്ന കൈയടിക്കാൻ കുറെ പുണ്ടകളും. ഡെയിലി കൂലി, ദിവസക്കൂലി ആയിരിക്കും മൈരകൾക്ക്. എല്ലാത്തിലും ഉണ്ട് ഇതേപോലെ കുറെ എണ്ണം. ദൈവത്തെയും വിശ്വാസത്തെയും മൂജിച്ച് തിന്നുന്ന കുറെ മൈരന്മാര്. വല്ല പണിക്കും പോടാ മൈരെ. 10 പട്ടിക്ക് തിന്നാനുള്ള ഇറച്ചി ഉണ്ടല്ലോ ഇതിന്റെ ദേഹത്ത്. അങ്ങനെ കർത്താവ് കാണിച്ചു കൊടുക്കുന്നു. കുറച്ച് ഞാൻ പറഞ്ഞു, ദേവരാജ നീ ഇട്ടിരിക്കുന്ന ഷഡ്ഡിയിൽ 5-6 തുളയുണ്ടല്ലോ ദേവരാജ, നീല ഷഡ്ഡിയിൽ 5 തുളയുണ്ടല്ലോ ദേവരാജ, അത് എന്നെ കർത്താവ് കാണിച്ചു തരുന്നെന്ന് പറഞ്ഞത്. ദേവരാജന്റെ കോട്ട മൈരേ.